ഹലോ ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിങ്ങിലെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ അകത്ത് ഉള്ള ലീനിയർ റിഗ്രഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? ഒരു മെഷീൻ ഒരു ഫോർ എക്സാമ്പിൾ, കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് കാറെന്താ ബൈക്ക് എന്താ എന്ന് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പക്ഷെ ടൗണിലും സിറ്റിയിലും ജീവിക്കുന്ന നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കും. സോ ഒരു കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ നമ്മൾ ആ കാറുകൾ കാണിച്ചു കൊടുത്ത് ഇതാണ് കാർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മെഷീൻ ലേണിംഗ്. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കമ്പ്യൂട്ടറിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇൻസൈഡ് ദാറ്റ് അതിൻ്റെ അകത്ത് കുറേ അൽഗോരിതംസ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് അൽഗോരിതംസ്, അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതംസ്, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് അൽഗോരിതംസ്. അത് സൂപ്പർവൈസ്ഡ് അൽഗോരിതത്തിൽ പെടുന്നതാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അൽഗോരിതം. സോ നമ്മൾ അത് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കൊളാബ് എടുക്കാം. കൊളാബിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. കൊളാബ് എടുത്തു. ഇതിൽ പുതിയൊരു ഫയൽ എടുക്കാൻ പോകുന്നു. ന്യൂ നോട്ട്ബുക്ക് എടുക്കാം. ന്യൂ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്തു. പൈത്തണിലെ പാക്കേജസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, പാൻഡാസും നംപൈയും ഒക്കെ യൂസ് ചെയ്യാൻ. സോ അത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് SKLearn നമ്മൾ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡാറ്റ സെറ്റ് എടുക്കാം. നമ്മളെങ്ങനെ ലീനിയർ റിഗ്രഷൻ ചെയ്യുന്നത് വെച്ചാൽ, ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ലീനിയർ റിഗ്രഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിയുടെ സാലറി പ്രെഡിക്റ്റ് ചെയ്യുക. അതിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ആളുടെ വർക്ക് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കും. പിന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ നമ്മൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ഈ ഫയൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ അപ്ലോഡ് ടു സെക്ഷൻ എടുക്കാം. അതിൽ നമ്മൾ ഡാറ്റ സെറ്റ് salary.csv എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓക്കെ കൊടുക്കാം. ഇനി salary.csv ഇമ്പോർട്ട് ചെയ്യുന്ന കോഡ് അതിങ്ങനെയാണ്. അതിന് നമുക്ക് പൈത്തണിൻ്റെ പാൻഡാസ് ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാൻഡാസ് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഇമ്പോർട്ട് pandas as pd. പാൻഡാസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത കോഡിന് ഈ പ്ലസ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഡാറ്റ സെറ്റ് pd ഡോട്ട് റീഡ് csv ഓഫ് ഈ ഡാറ്റ സെറ്റിൻ്റെ പേര് കൊടുക്കാം. salary.csv. അത് നമുക്കൊരു വേരിയബിളിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. വേരിയബിളിൻ്റെ പേര് df എന്ന് കൊടുക്കാം. ഇനി അതിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡാറ്റ സെറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ കുറച്ച് റോസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. df എന്ന് കൊടുത്താൽ മതി. അപ്പോൾ പ്രിൻ്റ് ആവും. റൺ ചെയ്യുക. ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പാൻഡാസ് ഒന്ന് റൺ ചെയ്യണം. അതും റൺ ചെയ്തിട്ടുണ്ടായില്ല. പാൻഡാസ് റൺ ചെയ്തു. ഇനി ഇത് റൺ ചെയ്യാം. അപ്പോൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, സാലറി ഉണ്ട്.
ഇത് നമ്മൾ സാലറി കളഞ്ഞിട്ട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സാലറി എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കുറച്ച് സാധാ ബേസിക് കാര്യങ്ങൾ നോക്കാം. മെഷീൻ ലേണിങ്ങിൽ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് റോസ് മാത്രം ആവശ്യമുള്ളെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, df ഡോട്ട് ഹെഡ് എന്ന് കൊടുത്താൽ മതി. ഇതൊരു സിൻടാക്സ് ആണ്. ഫസ്റ്റത്തെ റോസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഹെഡ് കണ്ടോ, 5 റോസ് വന്നിരിക്കുന്നു. ഇതും സാലറി ഡോട്ട് CSV ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ പാൻഡാസിലെ റീഡ് CSV ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സാലറി ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി അടുത്തതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഡിസ്ക്രൈബ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. df ഡോട്ട് ഡിസ്ക്രൈബ്. df ഡോട്ട് ഡിസ്ക്രൈബ് എന്ന് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. ഇപ്പോൾ കൗണ്ട് കിട്ടും, മീൻ കിട്ടും, മീൻ മീൻസ് ആവറേജ് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും, മിനിമം വാല്യൂ കിട്ടും, 25%, 50%, 70%, മാക്സിമം വാല്യൂ, ഇതൊക്കെയാണ് കിട്ടുക. ഇതൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുക. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാലോ. പ്ലോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് അഥവാ ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ലിബ്. ഇമ്പോർട്ട് matplotlib ഡോട്ട് pyplot as plot. ഇതാണ് മാറ്റ്പ്ലോട്ലിബ് ഇമ്പോർട്ട് ചെയ്യാൻ യൂസിക്കുന്ന ലൈബ്രറി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത്, സീബോൺ എന്ന് പറഞ്ഞ ലൈബ്രറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. കാരണം അത് വിഷ്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. സോ ഇമ്പോർട്ട് സീബോൺ ഇമ്പോർട്ട് ചെയ്യാം ആസ് SNS എന്ന് പറഞ്ഞ ഏലിയൻസ് നെയിമാണ്. ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഏലിയൻസ് നെയിമാണ്. ഈ ലൈബ്രറിനെ നമ്മൾ ഈ ഏലിയൻസ് നെയിമിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്, പാൻഡാസിൻ്റെ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് അതാണ്. ഇനിയിപ്പോൾ റണ്ണാക്കി കൊടുക്കാം. ഇനി ഹിസ്റ്ററി പ്ലോട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. SNS സീബോണിൻ്റെ ഏലിയസ് നെയിം കൊടുത്തു, ഡോട്ട് ഹിസ്റ്ററി പ്ലോട്ട് ഇങ്ങനെ അടിച്ചാലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഹിസ്റ്ററി പ്ലോട്ടിൽ എന്തൊക്കെ വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്, സാലറിയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, ഇമ്പോർട്ട് ചെയ്യാൻ ഇനി അതിന് ചെയ്താൽ മതി. തൽക്കാലം നമ്മൾ df ഡോട്ട് സാലറി അതിൻ്റെ ഒപ്പം KD ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കാം. അതൊരു തരം ഒരു വേരിയബിളാണ്, ട്രൂ കൊടുക്കാം. PLT ഡോട്ട് ഷോ കൊടുത്താൽ ഈ പ്ലോട്ട് വിസിബിൾ ആവും. ഇത് കണ്ടോ, സാലറി പ്ലോട്ട് 40,000 സാലറി ഉള്ള ഒരു 5 പേര് കാണും, 60,000 സാലറി ഉള്ള 10-ന് മുകളിലുള്ള ആൾക്കാരുണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പ്രഡിക്ഷൻസ് ചെയ്യാൻ പോകും.
അതിനുവേണ്ടി എക്സും വൈയും ഡിക്ലെയർ ചെയ്യാം. എക്സിൽ നമുക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊടുക്കാം, വൈയിൽ നമുക്ക് സാലറി കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ് is equal to df of years of experience, years experience y equal to df of salary. ടാബ് കൊടുത്താൽ മതി. ഇത് പക്ഷെ നമ്മൾ ഡബിൾ സ്ക്വയർ ബോക്സിൽ കൊടുക്കണം, അത് നല്ലത് കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യണം നോക്കിയാൽ, വ്യൂ ചെയ്യണമെങ്കിൽ എക്സ് കൊടുക്കാം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ വരും. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വന്നിരിക്കുന്നു. നമുക്ക് വൈ സാലറി വ്യൂ ചെയ്യണമെന്നിരിക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത ഡാറ്റയാണ്, പ്രെഡിക്റ്റ് ചെയ്ത ഡാറ്റ വേറെ ഉണ്ടായിരിക്കും. സാലറി വ്യൂ വന്നിരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രഡിക്ഷൻസ് ചെയ്യാം. അതിന് ഫസ്റ്റ് തന്നെ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. മോഡൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് നമ്മളെന്താ ചെയ്യേണ്ടത്, കുറച്ച് വേരിയബിൾസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് വേരിയബിൾസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ SQLിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാം. സിൻടാക്സ് ഇങ്ങനെയാണ്: ഫ്രം SQLian ഡോട്ട് മോഡൽ സെലക്ഷൻ import train test split. ഇവിടെ ഇങ്ങനെ കുറച്ചടിച്ച് കൊടുക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ വരും. അപ്പോൾ നമുക്ക് ടാബ് അടിച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിനും എക്സിൻ്റെ വേരിയബിൾ ട്രെയിനിങ്ങിനും വൈൻ്റെ വേരിയബിൾ എക്സിൻ്റെ വേരിയബിൾ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും വൈൻ്റെ വേരിയബിൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇമ്പോർട്ട് ചെയ്ത് വെച്ച പാക്കേജ് നമ്മൾ ഇവിടെ കൊടുക്കാം. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത എക്സും വൈ ഇല്ലേ, അത് ഇതിൻ്റെ അകത്ത് കൊടുക്കണം. എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ്. എന്താ ടെസ്റ്റ് സൈസ് എന്ന് വെച്ചാൽ 20% നമ്മൾ ടെസ്റ്റിങ്ങിനും 80% നമ്മൾ ട്രെയിനിങ്ങിനും കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ടെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അത് 0.2 കൊടുക്കാം. ഇനി റാൻഡം സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് സാധാരണ നോർമലി നമ്മൾ 42 ആണ് കൊടുക്കാറ്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറഞ്ഞാൽ കൊടുക്കാറ്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് പ്രെഡിക്ഷൻസ്
ചെയ്യുന്നതിന് മുമ്പ് മോഡൽ ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്യണം. ലീനിയർ റിഗ്രഷൻ മോഡലാണ്, അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മോഡൽ ഇമ്പോർട്ട് ചെയ്യണ്ടേ, അതിന് ഫ്രം sklearn ഡോട്ട് ലീനിയർ മോഡലിനകത്താണ് അതുള്ളത്. ലീനിയർ അല്ലെന്ന് അടിച്ചു കൊടുത്താൽ തന്നെ റെക്കമെൻഡേഷൻ വരും. അപ്പോൾ അത് ടാബ് നിൽക്കാം. ഇനി ഇമ്പോർട്ട് എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, ലീനിയർ റിഗ്രഷൻ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ എല്ലാണ് ലീനിയർ റിഗ്രഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റർ കൊടുക്കാം. ഇനി മോഡൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കാം, മോഡൽ എന്നുള്ള വേരിയബിൾ കൊടുക്കാം. മോഡൽ ഈക്വൽ ടു ലീനിയർ റിഗ്രഷൻ. മോഡൽ ലീനിയർ റിഗ്രഷൻ ആണ്. ഇനി ഈ മോഡൽ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഏത് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുക, എക്സ് ട്രെയിനും വൈ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത് മോഡൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ് ട്രെയിൻ വൈ ട്രെയിൻ. അപ്പോൾ മോഡൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി മോഡൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ വന്നിരിക്കുന്ന ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞുണ്ട്. നമുക്ക് അതിൻ്റെ പ്രെഡിക്ഷൻസ് നോക്കാം. പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് വൈപ്രെഡ് എന്ന് കൊടുത്താൽ മതി. വൈപ്രെഡ് ഈക്വൽ ടു model dot predict of x test ആണ് കൊടുക്കേണ്ടത്. എക്സ് ടെസ്റ്റ് നിന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എക്സ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളിൽ നിന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി അത് വിഷ്വലൈസ് ചെയ്യാം. വൈപ്രെഡ് ആണ്, ഇതാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ. എന്താണ് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ സാലറിയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. സാലറിയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആക്യുറസി അത്രയൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം ലീനിയർ റിഗ്രഷൻ ആണ്. ആക്യുറസി കുറവായിരിക്കും. ബേസിക് മോഡലിനൊക്കെ ആക്യുറസി കുറവായിരിക്കും. നമ്മൾ റാൻഡം ഫോറസ്റ്റ് ഒക്കെ കൊടുത്താലാണ് ആക്യുറസി കൂടുന്നത്. പിന്നെ ഇൻപുട്ട് ഒരു കോളം മാത്രം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഹൈ ഇൻപുട്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല ആക്യുറസി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ആക്യുറസി കുറവായിരിക്കും. ഇനി നമുക്കൊന്ന് പ്ലോട്ട് ചെയ്താലോ. പ്ലോട്ട് ചെയ്യാൻ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞൊരു പ്ലോട്ടുണ്ട് പ്ലോട്ടിൽ. അതെന്താണെന്ന് വെച്ചാൽ പോയിന്റ്സിനെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് സ്കാറ്റർ പ്ലോട്ട്. അതിന് നമ്മൾ പ്ലോട്ട് സ്കാറ്റർ എക്സ് ട്രെയിൻ വൈ ട്രെയിൻ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ റെക്കമെൻഡേഷൻ വരും. ക്രെഡിറ്റ് അല്ല, റെക്കമെൻഡേഷൻ വരും. അപ്പോൾ അതങ്ങനെ എടുക്കാം. ഇനി അതിൻ്റെ കളർ എന്താ കൊടുക്കണ്ടേ, ആ സ്കാറ്റർ പ്ലോട്ടിൻ്റെ കളർ നമ്മൾ റെഡാക്കി കൊടുക്കാം. കളർ ഈക്വൽ ടു റെഡ്. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ plt dot plot xtrain model dot predict y train എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വൈപ്രെഡ് കൊടുക്കാം. നമുക്കിവിടെ വൈപ്രെഡ് കൊടുക്കാം.
അപ്പോൾ ഇത് നമുക്ക് എന്ത് എറർ വന്നിട്ടുണ്ട്, എന്തായിരിക്കും എറർ നോക്കാം. X and Y must have first dimension to have shapes 28 1. എക്സ്ട്രീം എന്തോ ഒരു എററാണ്. ഓക്കെ, ഇവിടെ വൈപ്രിൻ്റ് അല്ല കൊടുക്കണ്ടേ, നമ്മൾ വേറെ ട്രെയിൻ വെച്ചിട്ടാണ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. എസ്റ്റ് മോഡിൽ കണ്ടില്ലേ, സ്കാറ്റർ പ്ലോട്ട് എസ്റ്റ് ട്രെയിൻ വൈ ട്രെയിൻ. ഇവിടെ നമ്മൾ വൈപ്രിൻ്റ് എന്ന് കൊടുത്താൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പ്രെഡിക്റ്റ് ചെയ്യാനല്ല, പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് ഓഫ് എക്സ് ട്രെയിന് എന്താണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാം, റൺ ചെയ്യാം. ഇപ്പോഴും ഒരു ചെറിയ എറർ വന്നിരിക്കുന്നു. അതെന്താണ്, ലീനിയർ റിഗ്രഷൻ ഓഫ് ദി റെസിഡ്യൂവൽ പ്രെഡിക്റ്റ്. പ്രെഡിക്റ്റിൻ്റെ സ്പെല്ലിങ് വെച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത്ര ഉണ്ടോ. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ലീനിയർ റിഗ്രഷൻ്റെ പ്ലോട്ട്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ക്ലിയർ ആണെന്ന് വയ്ക്കുന്നു. ഞാനൊന്നുകൂടി ഒന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ പാൻഡാസ് ഇമ്പോർട്ട് ചെയ്തെടുത്തു, അതിന് ലാസ്റ്റ് നെയിം പി ഡി കൊടുത്തു. പിന്നെ നമ്മൾ സാലറി ഡോട്ട് CSV ഇമ്പോർട്ട് ആദ്യം ഫയലിലൂടെ ഇമ്പോർട്ട് ചെയ്തെടുത്തു, അതിന് നമ്മൾ റീഡ് ചെയ്തെടുത്തു. അതിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, സാലറി ഉണ്ട്. ഇനി ഹെഡ് ആദ്യത്തെ 5 റോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡ് കൊടുത്തു, PDF ഡോട്ട് ഹെഡ്. പിന്നെ അതിൻ്റെ കൗണ്ടും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാണിക്കാൻ വേണ്ടി DF ഡോട്ട് ഡിസ്ക്രൈബ് എന്ന് കൊടുത്തു. ഇനി പ്ലോട്ടുകൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ലിബ്. അതുപോലെ തന്നെ സീബോണും നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിൽ സീബോണിൻ്റെ ഹിസ്റ്റ് പ്ലോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റ് പ്ലോട്ടിൽ സാലറി കൊടുത്തിട്ടുണ്ട്, സാലറി കൗണ്ടാണ് നോക്കുന്നത്. അവിടെ ടൈറ്റിൽ എടുത്തു, പിന്നെ PLT ഷോ എന്ന് കൊടുത്താലാണ് ഇത് പ്രിൻ്റ് ആവുക. ഇനി നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇൻപുട്ട് വേരിയബിളാണ്, ഒന്ന് ഔട്ട്പുട്ട് വേരിയബിളാണ്. ഇൻപുട്ട് വേരിയബിൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. DF എന്ന് വെച്ചാൽ ഡാറ്റ ഫ്രെയിമിൻ്റെ അകത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തു. ഔട്ട്പുട്ട് വേരിയബിളിലായ ബൈ സാലറി എന്ന് കൊടുത്തു. ഇനി എന്താണ്, കുറച്ച് വേരിയബിൾസ് നമ്മൾ എക്സ് വേരിയബിൾ നമ്മൾ ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു. അതുപോലെ തന്നെ വൈ വേരിയബിൾ നമ്മൾ ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു. അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആവശ്യമുണ്ട്, അത് നമുക്ക് ട്രെയിൻ ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മോഡൽ സെലക്ഷൻ ചെയ്യുന്ന അത് ഇമ്പോർട്ട് ചെയ്തത്. ഇത് എല്ലാം നല്ല വേർഡ്സും നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ അടി റെക്കമെൻഡേഷൻ വരും, അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്രം sklearn.linear model ഇമ്പോർട്ട് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ലീനിയർ റിഗ്രഷൻ കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ലീനിയർ റിഗ്രഷൻ ഇമ്പോർട്ട് ചെയ്യുക. മോഡലുകളുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ ഡോട്ട് ഫിറ്റ് എസ് ട്രെയിനും വൈ ട്രെയിനും. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്. ഏത് മോഡൽ ഫിറ്റ് ചെയ്യാനും നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യാം, എക്സ് ട്രെയിനും വൈ ട്രെയിനാണ് കൊടുക്കുക. ഇനി പ്രെഡിക്റ്റ് ചെയ്യാനും ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് എസ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വേരിയബിളാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അത്ര ആക്യുറസി ഉണ്ടാവില്ല, കാരണം അധികം ഇൻപുട്ടൊന്നുമില്ല. കാരണം ലീനിയർ റിഗ്രഷൻ്റെ ആക്യുറസി കുറവായിരിക്കും. ആക്യുറസി ഒരു 60% ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക ലീനിയർ റിഗ്രഷൻ. റാൻഡം ഫോറസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ആക്യുറസി കിട്ടും. ഇത് ബേസിക് മോഡൽ ആയതുകൊണ്ടാണ് ആക്യുറസി കുറവ്, അതും പിന്നെ ഇൻപുട്സും കുറവാണ്. ഇനി നമ്മൊരു സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കുകയാണ്. സ്കാറ്റർ പ്ലോട്ട് ആസ്റ്റൻ വൈ ട്രെയിൻ കളർ റെഡ്. ഈ ഡോട്ട്സിൻ്റെ കളർ റെഡാക്കാൻ വേണ്ടിയിട്ടാണ് സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി പ്ലോട്ട് എസ്ട്രീനും മോഡൽ. ഇവിടെ മോഡൽ ഔട്ട്പുട്ട് എസ്ട്രീനാണ്. ഈ പ്രെഡ് കൊടുത്താൽ ഇവിടെ വർക്കാവില്ല, കാരണം ഇത് നമ്മൾ വൈ ട്രെയിനാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ വൈ ട്രെയിൻ പ്രെഡിക്റ്റ്. ഇവിടെ നമ്മൾ ടെസ്റ്റിൻ്റെ വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് വർക്കാവില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പ്രെഡിക്റ്റ് ചെയ്തെടുത്തു. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 40,000 സാലറി ഉള്ള 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള 60,000 സാലറി മേടിക്കുന്നു. അതുപോലെ തന്നെ 6 ഇയർ എക്സ്പീരിയൻസ് 80,000 സാലറി. അങ്ങനെ 14 ഇയർ എക്സ്പീരിയൻസിൽ 1,40,000 സാലറി വരെ മേടിക്കുന്നവരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ലീനിയർ ഗ്രാഫ്. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് തരാം. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു.